நிறைய கார்டியோ பண்ணனால அந்த கண்ணம் எல்லாம் போயிடுச்சு. കീർത്തി സുരേഷ് പറഞ്ഞ കേട്ടില്ലേ, കാർഡിയോ ചെയ്യുന്നത് നല്ലതാണ്. കാർഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ ഫാറ്റ് ലോസ് അധികം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. കാർഡിയോ ചെയ്യുമ്പോൾ ശരിക്കും അറ്റ് ദ ടൈം ഓഫ് ദ വർക്കൗട്ട് നമ്മൾ എത്ര നേരം നമ്മൾ കാർഡിയോ ചെയ്യുന്നു ആ ടൈം മാത്രമാണ് നമുക്ക് ഫാറ്റ് ബേണിംഗ് ഉള്ളത്. ആഫ്റ്റർ വർക്കൗട്ട് നോ ഫാറ്റ് ബേണിംഗ്. മാത്രമല്ല കാർഡിയോ കൂടുതൽ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മസിൽ ലോസ് ഉണ്ടാകുന്നു. മസിൽ ലോസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മെറ്റബോളിക് റേഷ്യോ ഡ്രോപ്പ് ചെയ്യും. മെറ്റബോളിക് റേഷ്യോ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേണിംഗ് സ്റ്റോപ്പ് ആവും. അത് നമുക്ക് സ്കിൻ സാഗിങ് കണക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കൂടുതൽ ഏജിങ്ങിലേക്കൊക്കെ നമുക്ക് റീസൺ ആവാറുണ്ട്. കാർഡിയോയുടെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ആഡ് ചെയ്ത് നോക്കൂ. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ മാസ് കൂടുന്നുണ്ടാവും. മസിൽ മാസ് കൂടുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സും ഫാസ്റ്റ് ആവും നടക്കും. മസിൽ മാസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസ് ഒക്കെ നല്ല ബെറ്റർ ആവുന്നുണ്ട്. നമ്മുടെ ബോൺ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. ദെൻ നമുക്ക് നീ പെയിനോ ബാക്ക് പെയിനോ ഉണ്ടാകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. കീർത്തി സുരേഷിനെ പണ്ട് കണ്ടവർക്ക് അറിയാം. ഇപ്പോഴത്തെ വീഡിയോയുടെ നോക്കുമ്പോൾ അവർക്ക് ശരിക്കും മസിൽ ലോസ് ആണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ കാർഡിയോ വർക്കൗട്ട്സ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ മസിൽ ലോസ് ഉണ്ടാക്കുന്നത്. അപ്പം കാർഡിയോ വർക്കൗട്ട്സ് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ഫ്രണ്ട്സിന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കും.